Parliament that's actually one of the highlights. Hello. Coffee വേണോ? I need 2 more coffees, please. Regular. Anything else? No, thank you. $4. Yeah. Thank you. നമുക്ക് ഡോക്ടർ സ്റ്റാൽമാനുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് റെഡി ആയിട്ടുണ്ട്. We can see him day after tomorrow, right? Sure. I'm sure he'll be happy to see you. But it's about a 3-hour drive from here. It's not a problem. Actually, anyway, we have to meet him. Yeah, so then, sounds good. So I guess I'll see you tomorrow then. Thank you very much. All right, bye. Bye. ഈ ഡോക്ടർ സ്റ്റാൽമാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളെ കാണാൻ സമ്മതിച്ചത്. എന്തിനാണ് നമ്മൾ അയാളെ കാണാൻ പോകുന്നത്? അദ്ദേഹത്തെ കണ്ടോട് കുറേ ഡീറ്റെയിൽസ് കിട്ടും. എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള പെസ്റ്റിസൈഡ്സ് ലോകത്ത് പല ഭാഗത്തുണ്ടാക്കിയ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് റിസർച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും സ്റ്റഡീസും ഉണ്ടാവും. അത് നമ്മുടെ കൺവെൻഷനിൽ കാര്യമായിട്ട് ആർഗ്യുമെന്റ്സിന് സപ്പോർട്ട് ചെയ്യും. UN കൺവെൻഷനിൽ നമ്മൾ പെസ്റ്റിസൈഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി നമ്മളെ കാണാൻ സമ്മതിച്ചത്. നമ്മൾ 3 hours എടുത്താലും അദ്ദേഹത്തിനെ കണ്ടേ പറ്റും. അതെ. There is a house in New Orleans they call the Rising Sun, and it's in that room of many poor boys, and God I know that I'm one. Thank you very much. I never knew like 10 years ago. Every house to an article. ഇരിക്കുന്ന ആരൊക്കെയെന്ന് മനസ്സിലായോ? കൺവെൻഷനിലെ ഇന്ത്യ ഗവൺമെൻറ് ടീമാണ്. ആ നടുക്കിരിക്കുന്നതാണ് നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി. ആ തൊട്ടടുത്തിരിക്കുന്ന കണ്ണട ചാളില്ലേ, അദ്ദേഹമാണ് അവിനാശ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ CEO. എൻഡോസൾഫാൻ വേണോ വേണ്ടയോ ചർച്ച ചെയ്യാനായി നടത്തുന്ന കൺവെൻഷനിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൂടെ എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമയും. ഈ പ്രശ്നത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് വ്യക്തമായില്ലേ? കാസർഗോഡ് ജില്ലയിൽ സർക്കാർ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കശുവണ്ടിത്തോട്ടങ്ങളുണ്ട്. അവിടെ എൻഡോസൾഫാൻ എന്ന കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി ഈ കീടനാശിനി അവിടെ ഹെലികോപ്റ്ററിലൂടെ ഏരിയൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാകണം ആ പ്രദേശത്തെ ആളുകൾക്ക് അനവധി രോഗങ്ങൾ കണ്ടുവരുന്നത്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അവിടെ ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ ഈ ഏരിയൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻഡോസൾഫാൻ നിരോധിച്ചിട്ടില്ല. അവിടുത്തെ ആളുകൾ വലിയ പ്രക്ഷോഭത്തിലാണ്. പോരാ,
ഈ വിഷയം നമുക്ക് പൊതുജനങ്ങളുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തണം. താൻ ചെയ്യേണ്ടത് ആ പ്രദേശങ്ങളിലൊക്കെ സന്ദർശിച്ച് പറ്റാവുന്നിടത്തോളം ചിത്രങ്ങളെടുക്കുക. അത് ചേർത്ത് നമുക്ക് ഫോട്ടോ ഓഫീസർ ഉണ്ടാക്കാം. നമ്മുടെ റിപ്പോർട്ടർ പ്രസാദിനെ കൂടെ കൂട്ടിക്കോ. അവിടുത്തെ ചില പരിസ്ഥിതി പ്രവർത്തകരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളെയും ഞാൻ പരിചയപ്പെടുത്തരാം. നമ്മളെങ്ങനെയാണ് തുടങ്ങുന്നത്? രോഗികളെയൊക്കെ ലിസ്റ്റുണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ പോവാം. ആദ്യം നമുക്ക് ലീലാകുമാരി അമ്മയുടെ വീട്ടിൽ പോവാം. ആരെയാ? നമുക്ക് ആദ്യം ലീലാകുമാരി അമ്മയെ കാണാം. അവരാണ് എൻഡോസൾഫാൻ ഏരിയൽ സ്പ്രേ കയറി ആദ്യമായിട്ട് കോടതി പോയത്. തൊണ്ണൂറ്റിമൂന്നിലാണ് ഞങ്ങൾ ഇവിടെ താമസം വരുന്നത്. അപ്പം ഞങ്ങൾ ഈ വീടിൻ്റെ മുകളിൽ കൂടെയാണ് വിഷം മുഴുവൻ അടിക്കാറുള്ളത്. പക്ഷേങ്കിൽ ഈ വിഷം എന്താണെന്ന് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. മരുന്ന് അടിക്കുന്നു എന്നും പറഞ്ഞാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിഷമെല്ലാം തളിച്ചിരുന്നത്. അതിനെതിരെ ഞാൻ 93 മുതലേ പരാതി കൊടുക്കാൻ തുടങ്ങിയതാണ്. എല്ലാവർക്കും, മുഖ്യമന്ത്രി അടക്കം കലക്ടർ എല്ലാവർക്കും പരാതി അയച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷനും ഒക്കെ അയച്ചു. അതിനുശേഷമാണ് 98 ഞാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പരാതി അയച്ച് മടുത്തു. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കോടതിയിൽ പോയത്. കോടതി പോയപ്പോഴാണ് ഇത് എൻഡോസൾഫാനാണ് ഇവിടെ അടിക്കുന്നത്. മരുന്നാണെന്നും പറഞ്ഞാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ അറിഞ്ഞിരുന്നത്. മരുന്നടിക്കുന്നു. വിഷമെന്നാരും പറഞ്ഞിരുന്നില്ല. എൻ്റെ മൂത്ത സഹോദരൻ, വീട് കെട്ടിയ മൂത്ത സഹോദരൻ ശരീരമൊക്കെ വീങ്ങി കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ മരിച്ചു പോയത്. പിന്നെ നമുക്ക് ഒരുപാട് ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയതാണ്. എന്നിട്ട് ഈ കിണറ്റിലേക്ക് ഈ വിഷം ഇങ്ങനെ വീഴുമ്പോൾ എനിക്കാണെങ്കിൽ അന്നൊന്നും അറിയത്തില്ല. പണ്ട് വല്ല വെടിവെക്കാനും പഠിച്ചിരുന്നെങ്കിൽ ഹെലികോപ്റ്റർ തന്നെ വെടിവെച്ചിട്ടേനെ. അത്ര വിഷമമുണ്ടായിരുന്നു നമുക്ക്. ഹാർമോണിയം വായിക്കുന്നത് അത് ഞാൻ തന്നെ വായിക്കുന്നത്. അന്ന് എന്നെ പഠിപ്പിച്ചത് ചെറുപ്പത്തിൽ. അതിനുശേഷം ഇപ്പോഴൊന്നും വായനയൊന്നുമില്ല. ഇപ്പം എൻ്റെ കുഞ്ഞുമോൾ പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് മാഷ് ഇവിടെ വന്നിരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആഹാരമൊക്കെ താഴെ കിട്ടും. മഴ തോന്നിട്ട് നമുക്ക് ബദ്രയെ കാണാൻ പോവാം. അദ്ദേഹം എൻഡോസൾഫാൻ വിഷയം ആദ്യമായിട്ട് വാർത്തയാക്കിയത്.
ശരിക്കും ഈ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുമ്പോൾ അവർ ഒബ്സർവ് ചെയ്യേണ്ട കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇൻസെക്ടിസൈഡ് റൂൾസിന് പ്രകാരം അവർ ഡേ ടൈമിൽ സ്പ്രേ ചെയ്യാൻ പാടില്ല. പിന്നെ അവർ ഹൈറ്റ് ഒരു 30 മീറ്ററിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകാൻ പാടില്ല. പിന്നെ ദേ ഹാവ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ഓൾ ദി ലോക്കൽ PHCs. ഇതിൻ്റെ ആൻറ്റിഡോട്ട്സ് ഒക്കെ ഇവിടെ വെക്കണം. പിന്നെ നോട്ടീസ് എടുക്കണം, പബ്ലിക് അനൗൺസ്മെൻറ്റ് ചെയ്യണം. പക്ഷേ ഇതൊന്നും ചെയ്യാത്തതാണ് ഇവർ. All the laws are blown to the wind and they are doing this since many years. ആദ്യമൊക്കെ 3 പ്രാവശ്യം ഉണ്ടായി, പിന്നീട് വർഷത്തേക്ക് 2 പ്രാവശ്യം ഇങ്ങനെ വന്നു. അപ്പോൾ ആൾക്കാർക്ക് ആദ്യം ഇതിനെപ്പറ്റി ഇങ്ങനെ അറിഞ്ഞുകൂടാ. സ്ലോലി ഇവിടെ കുറേ കുഴപ്പങ്ങൾ കാണാൻ തുടങ്ങി. തവളകൾ, പിന്നെ ഫ്രോഗ്സ് ഒക്കെ മരിച്ചു പോകുന്നത്, അതാണ് ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത്. സെൻറ്റർ ഫോർ സയൻസ് ഇതിൽ താല്പര്യം എടുത്തിട്ട് ഇവിടുത്തെ സാമ്പിളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ആൾട്ടർനേറ്റീവായിട്ട് അതിനെ പെസ്റ്റിസൈഡ് ഒരു അനാലിസിസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അനലൈസ് ചെയ്യുമ്പോൾ ആർക്കും ഒരു കൃത്യത ഉണ്ടായില്ല, ഇതിൽ ചിലതെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷേ വി വർ ഷോക്ക് ടു ഹിയർ ദി റിസൾട്ട് ഫൈനലി. എല്ലാം കൊണ്ടുപോയ ഈ കോക്കനട്ട് ഓയിൽ വരെ, എഡിപ്പോസ് ടിഷ്യൂ, പിന്നെ ലീഫ് സോയിൽ, എല്ലാത്തിലും ദർ വാസ് എൻഡോസൾഫാനിൻ്റെ വലിയ അളവ് കൂടിയ ട്രേസസ് വർ ഫൗണ്ട് ഔട്ട്. സം ഓഫ് ദം വർ ആക്ച്വലി ഈ അനുവദനീയായ പെർമിസിബിൾ ലിമിറ്റ് എന്നൊക്കെ പറയുന്നല്ലോ, ഇന്ന് ഒരു മൾട്ടി ഫോൾഡർ 90 ഫോൾഡ് വരെ കൂടുതലിരിക്കുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ടായെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. ദിസ് ഈസ് ദി ഫസ്റ്റ് സയൻറ്റിഫിക് വെപ്പൺ വി ആർ ഗെറ്റിംഗ്. ഇതുവരെ എല്ലാവരും ചോദിക്കുന്ന നമ്മളോട് വാട്ട് പ്രൂഫ് യു ഹാവ് എന്ന്. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു പ്രൂഫ് ഇതിനെ ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പക്ഷികളില്ല, കാക്ക പറക്കുന്നില്ല, തോടിൽ പുഴയിലൊക്കെ പോയി നോക്കിയാൽ മീനുകളില്ല, തവളകളില്ല, എല്ലാം നിശബ്ദമാണ്. ഒരു നാട്ടിൽപ്പുറത്ത് ഇരിക്കുന്ന നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇരിക്കുന്ന സന്തോഷം കൊടുക്കുന്ന ഒരു സംഗതിയുമില്ല. ഈ കൊടങ്കിരി എന്നൊരു പുഴയുണ്ട്, അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കിയാൽ, ഒരു 2-3 ഫാമിലി അടുത്ത് പോയി നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും, ഒരു നരക പോലെയാണ്. സാർ ആ വെള്ളം എടുക്കണ്ട, അത് നിറയെ വിഷമാണ്. ഇന്നാട്ടൊരു അലക്കാൻ പോലും എടുക്കില്ല.
സ്ഥലത്ത് ഇവിടെ നിന്ന് അടുത്ത ഈ ജന്മന ഇങ്ങനെ തന്നെ ആയിരുന്നു അതോ? ജന്മനല്ല. അല്ല, കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. നടക്കാനൊക്കെ പറ്റും. എല്ലാ കുട്ടികളെ പോലെ നടന്നുകൊണ്ടായില്ല. 2 വയസ്സാകുമ്പോൾ നടക്കാൻ തുടങ്ങി. മോൻ എത്ര വയസ്സായി? ഇപ്പോൾ 15. മോക്കോ? 17. പിള്ളേരെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ടോ? ഇപ്പോഴില്ല. ഇല്ല. എങ്ങനെ കൊണ്ടു? കാഴ്ചക്ക് കുഴപ്പമുണ്ടോ? ഉണ്ട്. അപ്പം എങ്ങനെ ആൾക്കാരെയൊക്കെ തിരിച്ചറിയുന്നത്? അത് അടുത്ത് വന്ന് നോക്കും. അടുത്ത് നോക്കും, മണപ്പിക്കും, മണം കൊണ്ടറിയും. ഇവ മേലോട്ടും മേലോട്ടും നോക്കുന്നതാ. അത് കാഴ്ച കുറവാണ്. കുട്ടികൾ ഭാവിയിൽ കുട്ടികളുടെ കാര്യങ്ങളായിട്ട് നോക്കും. നോക്കാൻ എന്തെങ്കിലും ഒരു മാർഗം നോക്കണം. അത്രേ. ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അയക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാം ഒക്കെ ഒന്നിച്ച് തന്നെ പോകണം. പിന്നെന്ത് ചെയ്യും? കുട്ടിക്ക് എത്ര വയസ്സായി? ഏത് വർഷമുണ്ട് ചിരക? 51 വയസ്സായിരുന്നു. എത്ര കാലം ഇങ്ങനെ? ഏത് വർഷമുണ്ട് ഇഞ്ചനെ ജർത്തത്ത്?
ആ ആ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ സംഭവിച്ചെന്ന്. സ്കൂളിൽ പോകുമ്പോൾ ആ സ്ഥലം പോകണൊക്കെ ദാനണ്ടേ ദാനത്തിന് അതിനടിട്ടേന് പത്തിന് പത്തത് ഇള്ളടത്തിനൊക്കെ എനിക്ക് കണ്ണൊരു ചര എടുക്കണേണോ കക്കലറുപ്പണേണോ താഴ്ത്താപ്പണേ എനിക്ക് കൊലുത്തി കണ്ണോട്ട് കുറടി ചോക്കളിത്തിട് അക്കള ഇള്ളടി പത്തത് ഇവിടെ കൊരിയത് കുറച്ച് ചെറുപ്പത്താക്കള് പോയത് കപ്പനെങ്കിൽ പത്തതാണൊക്കെ ಏನು ಮನೆ ಪೂಜಿ ದಾಯ್ತಾಪಣೆ ಅಂತ ಗೊತ್ತುತ್ತಿ ಆ ಸತ್ರಿಗಳೇ ತೊಂತು ಹೇಳು ಆ ತೆಂಕು ಗೊತ್ತುಂಡು ഉക്ക തെങ്ക് കൊത്തുണ്ട്. സാറ് സ്കൂളിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഹെലികോപ്റ്റർ തളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് പിന്നെ തലകറങ്ങി വീണിട്ട് 2 കുട്ടികളുണ്ടായിരുന്നു കൂടെ. അവരെടുത്തോണ്ട് വന്ന് ഒന്നും ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്നു. ഫോട്ടോ എടുക്കാൻ വന്നേരം ഭാഷ പാട്ട് പാടുമെന്ന് പറഞ്ഞു. പാട്ട് പാടുവോ? ഭാഷ പാട്ട് പാടുവോ? ഇപ്പൊ ഒന്ന് പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാടിക്കേ കേക്കട്ടെ. പാടിക്കേ. ഇപ്പൊ പാടിക്കോ. 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 ഫോട്ടോ എടുക്കുന്നുണ്ടേ. ചിരിച്ചേ ചിരിച്ചേ. പാട്ട് പാടിക്കേ. പാട്ട് പാടിക്കേ. പാട്ട് പാടിക്കേ ഭാഷ. മിഠായി വേണോ? ചിരിച്ചേ. അത് തന്നെ അവിടെ ഇരുന്നു കേട്ടോ. ഉറക്കം വരുന്നുണ്ടോ ഭാഷയ്ക്ക്? ഉപ്പ ഉപ്പ മിഠായി എടുക്കാൻ പോയിരിക്കുക. പാട്ട് പാടുമോ? ഇപ്പൊ ഭാഷയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 14 പറഞ്ഞിട്ടില്ല. 3 മാസം എത്ര നാളായി ഇങ്ങനെ പ്രസവിച്ചിട്ട്? 6 മാസം. 6 മാസം കഴിയുമ്പോഴേക്ക് എൻ്റെ നെറ്റ് കുറച്ച് പൊങ്ങിയിട്ട് വന്നു. ആദ്യം കണ്ടു കാഴ്ച അതാണ്. എന്തെങ്കിലും സാമ്പത്തിക കുറവായതുകൊണ്ട് ഡോക്ടറെ കാണിക്കാനും പറ്റിയില്ല. ഇതിങ്ങനെ വളർന്ന് തലയിലെ വെള്ളമെല്ലാം പോയി. പിന്നെ തലയിലെ ഓട് വലുതായി പോയി. കഴിച്ചോ കഴിച്ചോ. ഇഷ്ടമായോ?
കഴിച്ചോ? എനിക്ക് വേണ്ട. എന്തോ എന്തോ എനിക്ക് വേണ്ട. കഴിച്ചോ? ആ മോനെ, ഇതൊന്നും പറഞ്ഞ ചിത്രങ്ങളല്ല, ഓരോ ജീവിതങ്ങളാണ്. ഒരാളുടെ മുഖത്തിന് നേരെ നമ്മൾ ക്യാമറ ഉയർത്തുമ്പോൾ അയാളുടെ മുഖം മാത്രമല്ല, അയാളുടെ ആ നിമിഷത്തെ ചിന്തയും ജീവിതവും കൂടിയാണ് നമ്മൾ പകർത്തുന്നത്. ഏതൊക്കെ ജീവിതങ്ങളാണ് ചരിത്രമാകുന്നത്, ഏതൊക്കെ ജീവിതങ്ങളാണ് മറവിയിലേക്ക് പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാനാവില്ലല്ലോ. ഇവിടുന്നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തോട്ടങ്ങളൊക്കെ തുടങ്ങുന്നത്. 2000 ഡിസംബർ വരെ ഇവിടെ എല്ലാം ഹെലികോപ്റ്ററിലൂടെ എൻഡോസൾഫാൻ തളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കയറി കാണാൻ പറ്റും? പിന്നെ സർക്കാർ ഭൂമി കയറിയതാവും കുറ്റം. സാർ ഫോട്ടോ എടുക്കേണ്ട പ്രശ്നമാണ്. അസുഖം ബാധിച്ച ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. എത്ര ചികിത്സിച്ചിട്ടും രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പലർക്കും സ്കൂളിൽ വരാനും പറ്റുന്നില്ല. അവളെ കണ്ടോ, കഴിഞ്ഞ വർഷം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു സായിദക്ക്. പെട്ടെന്നായിരുന്നു കൈകാലുകളൊക്കെ വേയിച്ചു പോകുന്നത് പോലെ ഒരു ബലക്കുറവ്. സാജിദ പഠിക്കാൻ എങ്ങനെയാ? നന്നായി പഠിക്കും. പക്ഷേ 6 മാസമായിട്ട് സ്കൂളിൽ വന്നിട്ടില്ല. നന്നായിട്ട് എഴുതുമായിരുന്നു. ഇപ്പോൾ ഈ കൈ ഉറക്കാത്തത് കൊണ്ട് അക്ഷരങ്ങളൊക്കെ വളഞ്ഞു കൊടുത്ത് പോകും.
സൈദാ നോട്ടൊന്നു വന്നേ. മോൾ എന്തെങ്കിലും ഒന്ന് എഴുതിക്കേ. വേദനിക്കുന്നുണ്ടെങ്കിൽ എഴുതണ്ട. വേണ്ട, ഞാൻ എഴുതിക്കോളാം. എന്താ പറ്റി? ഒന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും വിഷമം വന്നപ്പോൾ ദിവസേന കാണുമ്പോൾ ഞങ്ങളുടെ കാര്യം ഓർത്ത് നോക്കി. ഈ സ്കൂളിൽ തന്നെ എത്രയോ കുട്ടികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര പേർക്ക് അസുഖം വരും ആർക്കറിയാം. ഈ പാടമൊക്കെ മോൻ ഡോക്ടറിൻ്റെ. പുള്ളി മംഗലമൊന്നും കഴിച്ചിട്ടില്ല. പുള്ളിക്ക് ചികിത്സ പോലെ തന്നെയാണ് കൃഷി. ഈടത്തെ കുറേ രോഗികളെ പുള്ളി ചികിത്സിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുപേര് വീട്ടിൽ വന്നാൽ ചികിത്സിക്കുന്നു. മുഴുവൻ സമയം കൃഷിയുണ്ട്.
ಸುಬಣ್ಣರೇ ಎಡ್ಡೆ ವರ್ಷ ಬರ್ಕೊಂಡು ಅದನ್ನ ಅಂದಾಜು ಉಂಟು ಓ ಮಾತ ಗೋಣಿಡು ಜಿಂಜಾದ ಉಲಾಯಿ ಪಾಡ್ಲೆ ಹಾಂ ಹಾಂ MBBS കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയി പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ട, ഇവിടെയുള്ള സാധാരണക്കാരെ ശുശ്രൂഷിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത്. പ്രാക്ടീസ് തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള എല്ലാ വീട്ടിലും മാരകമായ രോഗങ്ങളുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് മനസ്സിലായപ്പോഴാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇവിടെ പുഴയുടെ കരയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഈ അസുഖം കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഈ അപൂർവ രോഗത്തിൻ്റെ പിറകിൽ എൻഡോസൾഫാനാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. പിന്നെ ശ്രീ പെഡ്രയുമായിട്ടുള്ള ഡിസ്കഷൻ, കുറേ ഡേറ്റ കളക്ഷൻ, കുറേ എൻക്വയറീസൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കരുതിയതിനേക്കാളും ഭീകരമായൊരു പ്രശ്നമാണിതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളെ എല്ലാം മാരക രോഗികളാക്കുകയായിരുന്നു എൻഡോസൾഫാൻ. ഞങ്ങൾ മെഡിക്കൽ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിച്ചു, ഒരുപാട് സ്റ്റഡീസ് നടത്തി. അപ്പോഴേക്കും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞങ്ങളെ എനിമിയായി, ഞങ്ങളെ ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? എടുത്തു. ആറുമില്ലാത്ത കുറേ രോഗികളെ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലിനിക്കിൻ്റെ അടുത്താണ് അവർ താമസിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അവരെ പോയി ഒന്ന് കാണാം. രോഗം ബാധിച്ച ആളുകളെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ചിത്രം എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഇപ്പോൾ ഞാനതിന് സമ്മതിക്കും. ഈ ചിത്രങ്ങളെല്ലാവരും കാണട്ടെ. എന്നാലേ എൻഡോസൾഫാൻ പോലുള്ള മാരകമായ കീടനാശിനികൾ നിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവരെല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഇന്നും തുടരുന്ന ദുരന്തം പോലെ തന്നെ സമാനതകളില്ലാത്ത ദുരന്തമല്ലേ ഇത്. ഇതിൻ്റെ ആഴം ജനങ്ങൾ കാണും. അതിന് നിങ്ങളുടെ ചിത്രങ്ങളെ സഹായിക്കുമെങ്കിൽ അങ്ങനെയാവട്ടെ. Good morning. Welcome, delegates of the world countries, to the United Nations Convention on Persistent Organic Pollutants. We can now begin our first session. As you are aware, various kinds of pesticides are being used in countries across the world. These pesticides are not only killing birds and animals, they are killing human beings. They pose grave environmental problems. We've collected studies and research from numerous countries that face this problem. Based on the information we have, we must decide which pesticides should be restricted and which
must be eliminated. This is the main agenda of this convention. The Persistent Organic Pollutants Review Committee that was held last year recommended a list of pesticides that are to be completely abolished. Today, we will make the final decision in this matter. According to regulations, any country that wishes to have a pesticide removed from the list may submit their claims and evidence through the conference room paper. All countries have 30 minutes to submit their CRP if they wish to do so. Yes? India would like to submit the CRP. So India wishes to have a pesticide exempted from the list. Are there any other countries that would also like to do so? India, you are the only country that wants a CRP. Please distribute your papers around the conference room. You may speak. Thank you, Chairperson, for giving me this opportunity to speak on behalf of my country. I would like to reiterate that India has always complied with the larger interest of the Stockholm Convention. And we hope the convention will continue its democratic ideals and process of consensus in decision-making. With regards to endosulfan, India has had over 40 years of successful usage experience. Based on this, the Indian government is of the view that endosulfan need not be added to the elimination list. It proves to be an effective pesticide. All claims about the health and environmental issues are fabricated. In 1989, the World Health Organization, and in 2006, the Food and Agriculture Organization, conducted studies that concluded, in India, that concluded that endosulfan is not a medical hazard. We are hereby submitting copies of those reports as evidence. There is propaganda that wants to suggest that endosulfan is dangerous. Statements to that effect are baseless. In India, in some parts of India, especially in the state of Kerala, there are some, pardon my expression, but environmental terrorists that are spreading rumors about endosulfan. They claim that a village in the Kasaragod district in Kerala is suffering from a serious health crisis because of the usage of endosulfan. There is no proof that endosulfan is the root cause of the medical problems there. It is just a terrible and a tragic coincidence. There's no scientific data backing up their claims. It's a media conspiracy. Like I mentioned, India has had a successful history with endosulfan. So we hereby submit that endosulfan usage need not be restricted or eliminated. Thank you. Thank you. What a liar. ഈ പറഞ്ഞതൊക്കെ കളവാ നായക്കന്നറിയാം. എൻഡോസൾഫാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാൻ അയാൾക്ക് എങ്ങനെ കഴിയുന്നു?
എൻഡോസൾഫാൻ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി 91 മുതൽ ഒരു 20 കമ്മിറ്റികൾ പഠനം നടത്തിയിട്ടുണ്ട്. ഇത്രയേറെ രോഗികളെ സൃഷ്ടിക്കാൻ എൻഡോസൾഫാൻ അല്ലാതെ മറ്റൊരു കാരണവും കാസർഗോഡ് മണ്ണിലോ പ്രകൃതിയിലോ ഇല്ലെന്നാണ് മിക്കവാറും കമ്മിറ്റികളുടെ കണ്ടെത്തൽ. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും പ്ലാന്റേഷൻ കോർപ്പറേഷനും ചേർന്ന് ചില പഠനങ്ങൾ നടത്തി. അവർ ഏർപ്പെടുത്തിയ തമിഴ്നാട്ടിലെ ഒരു സ്ഥാപനം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എൻഡോസൾഫാൻ അല്ല എന്ന് റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് ആദ്യമായി പുറത്തുവിട്ടത് കീടനാശിനി നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഇതിൻ്റെയൊക്കെ അനന്തരഫലം അനുഭവിക്കുന്നത് ഇവിടെ കിടക്കുന്ന പോലുള്ള കുഞ്ഞുങ്ങളാണ്. ഇനിയും പിറക്കാനിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ഇറ്റ്സ് ടെറിബിൾ. സാർ, പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലൂടെ കയറിയിട്ട് പോകണം. അവിടെയുണ്ട് വയ്യാത്തൊരു കുട്ടി. വയസ്സ് 10 മിണ്ടുമില്ല, കാഴ്ചയും കുറവാണ്. വെളിച്ചം കണ്ട പേടിയാ. ഈ കീടനാശിനി കമ്പനിയുടെ ആളുകൾ എങ്ങനെയാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തോടൊപ്പം കൺവെൻഷനിൽ പങ്കെടുത്തത്? ഞാൻ അന്വേഷിച്ചു. കൺവെൻഷൻ പങ്കെടുക്കുന്ന എല്ലാ ഡെലിഗേറ്റ്സും ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അവിനാശ് ഫില്ല് ചെയ്ത ഫോമിൻ്റെ അകത്ത് ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യൽ ഡെലിഗേഷൻ്റെ ഭാഗമാണെന്നാണുള്ളത്. ലോകത്തെ 70% എൻഡോസൾഫാൻ ഉണ്ടാക്കുന്നത് അവിനാശിൻ്റെ ഈ കമ്പനിയാണ്, എക്സലൻറ്റ് ഗ്രൂപ്പ്. അവരും ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡെലിഗേഷൻ്റെ ഭാഗം. ഇന്ത്യയുടെ നീക്കം കൺവെൻഷനിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയത് ശ്രദ്ധിച്ചില്ലേ? ചൈനയും എൻഡോസൾഫാൻ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജ്യമാണ്. പക്ഷെ അവരൊരു സ്ട്രോങ് ഓൾട്ടർനേറ്റീവ് വേണം തന്നെയാണ് മറ്റെല്ലാ രാജ്യങ്ങളും എൻഡോസൾഫാനെ പോലത്തെ ഒരു ഡേഞ്ചറസ് പെസ്റ്റിസൈഡ് നിരോധിക്കണം എന്ന് പറയുമ്പോൾ
ഇന്ത്യ മാത്രമാണ് അതിനു വേണ്ടി വാദിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയവും ബിസിനസ്സും മാത്രമാണ്. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ആരുടെ വിഷയമല്ലല്ലോ. ഒരു ജനതയെ കണക്കിലെടുക്കാതെ ഒരു രാഷ്ട്രം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ രാജ്യത്തിന് ആവശ്യം സാധാരണ ജനതയല്ലല്ലോ, കോർപ്പറേറ്റ് കമ്പനികളുടെയും ശതകോടീശ്വരന്മാരുടെയും താല്പര്യമാണ് ഇന്ത്യയിൽ പ്രധാനം. അതിനിടയിൽ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളുമെന്ന നിലപാടാണ്. ആ, കന്നുകാലികളും കോഴികളും പൊടുന്നനെ ചത്തൊടുങ്ങി. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പിറക്കാതായി. വസന്തത്തെ മനോഹരമാക്കുന്ന പൂക്കൾ വിരിഞ്ഞില്ല. പക്ഷികളുടെ പാട്ട് കേട്ടതേയില്ല. പൂക്കളില്ലാത്തതിനാൽ തേൻ നുകരാൻ വണ്ടുകളും ശലഭങ്ങളും പറന്നെത്തിയില്ല. മനുഷ്യരൊക്കെയും വിചിത്രമായ രോഗങ്ങൾ ബാധിച്ച് അവശരായിരുന്നു. മരണത്തിൻ്റെ ശപിക്കപ്പെട്ട നിഴൽ പട്ടണത്തിൽ പതിഞ്ഞതിൻ്റെ കാരണമാരാഞ്ഞ് ഏവരും പകച്ചിരുന്നു. പ്രശസ്തയായ എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ റേച്ചൽ കഴ്സൻ്റെ 1962 പ്രസിദ്ധീകരിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ ഈ വാചകങ്ങളാണ് ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. മരിച്ചവരും മരണം കാത്തിരിക്കുന്നവരും മാത്രം നിറഞ്ഞ ശപിക്കപ്പെട്ട ഒരു നരകം. ഹലോ, ആ ആ ആ ആ തനിക്ക്. ഹലോ, ആ ശരി, ഞാൻ എന്തായാലും വരാം. ആ ഓക്കെ. മന്ത്രി വരുന്നുണ്ട്, അപ്പം പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട്. മോൻ ഡോക്ടറുടെ ഉള്ളിലുണ്ട്. മിനിസ്റ്റർ വിളിക്കുന്നു, വന്നോ. ആ, നിങ്ങളെ ഈ വിഷയത്തെപ്പറ്റി പ്ലാന്റേഷൻ കോർപ്പറേഷനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ കശുമാവിൻ തോട്ടത്തിൽ എൻഡോസൾഫാൻ അടിക്കുന്നതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് അസുഖം വരാൻ സാധ്യതയില്ല എന്ന് അവർ പറയുന്നു. അവർ പിന്നെ അങ്ങനെയല്ലേ പറയൂ സർ? അവർ വെറുതെ പറയുന്നതല്ല, അവരുടേത് സയൻറ്റിഫിക് ഒപ്പീനിയനാണ്. നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമില്ല. വല്ല നോവൽ എഴുതിയും ഡോക്യുമെൻ്ററി എടുത്തും കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുകയാണ് നിങ്ങൾ. അതെ, എനിക്ക് പോകാൻ സമയമായി. വല്ല മെമ്മറുണ്ടോ മറ്റോ ഉണ്ടെങ്കിൽ പിയുടെ കൈ കൊടുത്തു. സാർ ഒരു മിനിറ്റ്. ഈ ചിത്രങ്ങൾ നോക്കണം സാർ. ഇത് കൃത്രിമമാണോ? അങ്ങനെ ഞാൻ പറയില്ല. അവർക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നല്ല വല്ല ഡോക്ടർമാരെയും കാണിക്കണം. സാർ ഉദ്ദേശിക്കുന്ന നല്ല ഡോക്ടറെ കാണണമെങ്കിൽ അവരെവിടെ കൊണ്ടുപോകണം സാർ? തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലോ അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം. സാർ, ഇവിടുത്തെ പാവങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി പോകാൻ നിർവാഹമില്ല. പിന്നെ എങ്ങനെയാണ് സാർ തിരുവനന്തപുരത്ത് പോകുന്നത്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചികിത്സാ സഹായം വേണമെങ്കിൽ ഞാൻ അനുവദിപ്പിക്കാം.
അതല്ലാതെ ഇതെല്ലാം എൻഡോസൾഫാൻ മൂലമാണെന്ന് കൃത്യമായ തെളിവുകളില്ലാതെ പറഞ്ഞാൽ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആർക്കാണ് സാർ തെളിവുകൾ വേണ്ടത്? ദുരിതം അനുഭവിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ മറ്റെന്ത് തെളിവാണ് സാർ വേണ്ടത്? ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളില്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് സർക്കാരിന് നിലപാടെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ മാധ്യമ സൃഷ്ടികളാണ്. നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരും. ഇനിയും തെളിവുകൾ വേണ്ടവർ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ. അവരുടെ ഭാര്യയോ മകളോ മരുമകളോ ആരാണെന്ന് വെച്ചാൽ കൂടെ വരട്ടെ. കാസർഗോഡ് അമ്മമാരുടെ രക്തത്തിലുള്ള അത്രയും എൻഡോസൾഫാൻ ഞാൻ അവരുടെ മേലെയും കുത്തിവെക്കാം. പിന്നീട് അവർ പ്രസവിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ കിട്ടും തെളിവുകൾ. ക്യാമറയും ചിലപ്പോൾ ഒരു ആയുധമാകാറുണ്ട്. ഇത് വലിയൊരാളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിക്കുന്ന വലിയൊരാൾ. അതന്വേഷിച്ചല്ലേ ഇവിടുത്തെ പോലീസുകാർ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. തോക്കിനും അധികാരത്തിനും സാധിക്കാത്ത ചിലപ്പോൾ ക്യാമറയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് ക്യാമറയും ചിലപ്പോൾ ഒരു ആയുധമാകാറുണ്ട്. Dans l'histoire, il y a eu plusieurs cas où il était prouvé que les pesticides ont des effets nocifs à la fois sur l'homme et sur la nature. Il est important de noter que la plupart de ces pesticides étaient développés pendant les deux guerres mondiales. C'était en 1950 qu'on a commencé à développer l'endosulfan aux États-Unis. Mais ce n'était qu'en 1970 qu'ils ont compris qu'il faut faire des études dans les effets secondaires de ce produit. Pendant cette période, l'endosulfan était utilisé généreusement par plusieurs pays européens. കീടനാശിനികൾ മനുഷ്യർക്കും പ്രകൃതിക്കും ഹാനികരമാണെന്നുള്ള പല ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിലുണ്ട്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പല കീടനാശിനികളും 2 ലോക മഹായുദ്ധങ്ങളുടെ സമയത്താണ് ഡെവലപ്പ് ചെയ്തത്. എൻഡോസൾഫാൻ ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്ന 1950കളുടെ തുടക്കത്തിലാണ്, അത് അമേരിക്കയിൽ. പക്ഷേ 1970 തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠനങ്ങളൊക്കെ നടക്കുന്നത്.
ഈ സമയങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും എൻഡോസൾഫാൻ വളരെയധികം ഉപയോഗിച്ചിരുന്നു. Vous pouvez continuer en français maintenant. Les pays en voie de développement, comme l'Inde, ont commencé à utiliser l'endosulfan en 1976. C'est à ce moment que les pays européens ont compris l'effet négatif de l'endosulfan et ont fortement contrôlé son usage. Alors, pour les producteurs de pesticides, il n'y avait pas de choix. Ils devaient concentrer leurs efforts sur les pays du troisième monde, comme l'Inde. Plusieurs pays avaient déjà interdit l'utilisation de l'endosulfan. Il y a eu plusieurs études faites sur les considérables effets de l'endosulfan. Voici ma thèse qui synthèse toutes ces études. Ça serait très utile pour vous. It was around 1976 that many developing countries like India started using endosulfan. And by this time, many European countries had understood the side effects of it and highly controlled its use. So the pesticide companies did not have much choice except to focus their efforts on developing countries like India. ഇപ്പം പല രാജ്യങ്ങളിലും എൻഡോസൾഫാൻ്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. എൻഡോസൾഫാനെ കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഇത് ഈ പഠനങ്ങളൊക്കെ ക്രോഡീകരിച്ച ഒരു തീസീസാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ തീസീസാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. Même si son usage a été contrôlé dans les pays comme le Danemark et la Finlande, on a trouvé ses traces dans le sang des enfants et des mères. Ceci est le résultat de son utilisation généreuse dans les pays des pays voisinants comme la France et l'Espagne. Even though this pesticide has been used in a very limited manner in countries like Denmark and Finland, traces of it has been found in the blood of mothers and children in these countries. And this is the result of generous use of the pesticide in neighboring countries like France and Spain. Ce livre contient le résultat des études faites aux États-Unis, dans les Philippines, au Soudan, en Équateur, l'île Maurice, le Paraguay et l'Australie. This book contains studies done in several countries like the United States, Philippines, Ecuador, Mauritius, Paraguay, and Australia. Ma ferme est authentiquement biologique. Je n'ai jamais utilisé les pesticides. En été, quand il n'y a pas de neige, évidemment, on a une très bonne récolte de légumes. This is a truly organic, authentically organic farm. As you can see, I've never used pesticides here before. Right now it's covered with snow, but in the summer we have a good crop of vegetables. Saviez-vous qu'en 1948, le gouvernement suédois a décerné le prix Nobel de médecine à Paul Müller pour ce qu'il a fait de médical avec le DDT. C'était la première fois que le prix Nobel pour la médecine a été présenté à quelqu'un qui n'était pas médecin.
en 1954, le même gouvernement a dû interdire le DDT. നിങ്ങൾക്കറിയോ 1948 സ്വീഡിഷ് ഗവൺമെൻറ് പോൾ മ്യൂലറിന് ഒരു നൊബൽ പ്രൈസ് കൊടുത്തിരുന്നു DDTയുടെ മെഡിസിനൽ യൂസിന്. പക്ഷേ ഇതാദ്യമായിട്ടായിരുന്നു ഒരു ഡോക്ടർ അല്ലാത്തൊരു വ്യക്തിക്ക് മെഡിസിനുള്ള നൊബൽ പ്രൈസ് കൊടുക്കുന്നത്. പക്ഷേ അതേ സ്വീഡിഷ് ഗവൺമെൻറ് തന്നെ 1954 DDTയുടെ ഉപയോഗം നിരോധിക്കുകയും ചെയ്തു. Tous les pesticides sont dangereux. Cependant, il faut des années d'utilisation afin de se rendre compte de leur danger et qu'on peut arrêter leur utilisation. Le modèle d'affaires habituel des entreprises de pesticides, c'est que ce délai soit allongé aussi longtemps que possible afin de s'enregistrer injustement. Plus long le délai, plus les conséquences tragiques pour l'humanité. All pesticides are essentially dangerous. But it takes years of use to realize its danger and consequently to ban its use. I mean, the usual business model for pesticide companies is to lengthen this delay as much as possible and to unjustly enrich themselves during this period. But the longer the delay, the worse the consequences are for mankind, the more tragic the consequences are for mankind. As representative of independent health and social workers from India, I would like to submit before this convention some alarming facts from Kasaragod, a small village in Kerala, India. For over 20 years, Plantation Corporation of Kerala, which is again a government-owned organization, did aerial spraying of endosulfan, which is a well-established persistent organic pollutant as per the POPRC. It's quite embarrassing to admit before these international delegates that my government has always endorsed this culture of poison-loaded farming with absolutely no concern for its unfortunate victims. The moral and the legal obligation and accountability of this disaster solely rests on the government. But unfortunately, as you heard the day before, Government of India claims that there is no adverse health impacts of endosulfan. I must say that this actually goes against all available evidences with the POPRC and WHO. We have enough studies, we have enough facts in published literatures that endosulfan has lot of public health and environmental impacts. Besides that, I would request the delegates to spare few moments to go through these photos. In this ground zero of state-sponsored genocide, children, as you see, struggles over a thin line between life and death. This child was photographed in 2006. This child died last week. Just like this, even now, many children await death in Kasaragod.
അന്ന് നിങ്ങൾ ഫോട്ടോ എടുത്ത മിക്കവാറും പേര് ഇപ്പോഴില്ല. പക്ഷേ അതിലും ഏറെ ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് രോഗികളായിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ ഫീച്ചർ ഈ വിഷയത്തെപ്പറ്റി നല്ലൊരു ചർച്ച ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. രാമാവരെ ಎರಡು ചാ കുടി നോക്കാം. എൻ്റെ ഫീച്ചർ മാത്രമല്ല, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലുകളും വളരെയധികം നിർണായകമായിട്ടുണ്ട്. അംബികാസുധൻ മാങ്ങാടിൻ്റെ നോവൽ, എം എ റഹ്മാൻ്റെയും മറ്റും ഡോക്യുമെൻ്ററികൾ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ്റെയും പുഞ്ചിരി ക്ലബ്ബ് പോലെയുള്ള സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ ഇതൊരു വിഷയമായിട്ട് ഉന്നയിക്കാൻ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതിനിടെ കുറേ അന്വേഷണ കമ്മീഷനുകളും വന്നിരുന്നു തെളിവെടുപ്പിനായി. അതിനെക്കൊണ്ടൊന്നും ഒരു കാര്യമുണ്ടായില്ല. വിചിത്രമായ ഒരു കാര്യം, 2004 കേന്ദ്ര സർക്കാരിൻ്റെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായ OP ദുബെയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വന്നിരുന്നു. കമ്മിറ്റി എൻഡോസൾഫാന് അനുകൂലമായ റിപ്പോർട്ടാണ് നൽകിയത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഈ ദുബെ. ഇവിടുത്തെ കശുമാവിൻ തോപ്പിലൊക്കെ എൻഡോസൾഫാൻ തളിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് ഇയാളാണ്. എന്നിട്ട് അതേ ആളെയാണ് കേന്ദ്ര സർക്കാർ എൻഡോസൾഫാൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ കാസർഗോഡ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാനാണ്? അവൻ പോയിട്ടിപ്പോൾ 2 വർഷമായി. ഒന്ന് പറഞ്ഞാൽ അവൻ പോയ നന്നായി സർ. എത്ര കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്നേ? ഷാഹിറ മരിച്ചു. ഇപ്പോൾ ഒരു 3 വർഷമായി കാണും. ഇപ്പോഴുണ്ട് അസുഖമുള്ള ഒത്തിരി കുട്ടികൾ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? തീരെ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കുട്ടികളെ വിഷം കൊടുത്ത് കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാറുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായി അത്തരത്തിലൊരു സംഭവം. പാട്ടില്ലേ? പാട്ടുകാരന് തൊണ്ടവേദനയാണെന്ന് തോന്നുന്നു. പാട്ടുകാരൻ ഉറങ്ങാൻ പോയി. നമുക്ക് കുറച്ച് നേരം ഉറങ്ങിയാലോ? ചാച്ചിയാലോ? മിഠായി കഴിച്ചിട്ട് ചാച്ചിയാലോ? മിഠായി.
അതിനകത്തുണ്ടോ? തുറന്നു തരട്ടെ? ഞാൻ കഴിച്ചു. കഴിച്ചോ? അത് കഴിക്കും. May I come in? About 10 millimeters or so, but the North Shore in yellow can get up to 15 millimeters of rain overnight. This area in brown, Kapina, Bella Bella, up to 80 millimeters of rain. Now this will be in effect for the next 24 hours, so looking at effects in northern Peninsula as well as into the eastern. Listen, I'm a straight man. അതുകൊണ്ട് വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറയാം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉത്പാദിപ്പിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. സോ എൻഡോസൾഫാനെതിരായ ഏതൊരു നടപടിയും ഞങ്ങൾക്ക് അപകടമാണ്. തൽക്കാലം കേരളത്തിൽ എൻഡോസൾഫാൻ നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. അതങ്ങനെ തന്നെ തുടരാം. നിങ്ങൾക്ക് അത്രയല്ലേ വേണ്ടൂ. ഇന്ത്യ മുഴുവൻ എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന് നിങ്ങൾക്ക് എന്താണ് വാശി? നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാളെ കൺവെൻഷനിൽ നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുക. ഇന്ത്യ ഗവൺമെന്റിനൊപ്പം നിൽക്കണം. നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനെയാണോ പ്രതിനിധീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഗവൺമെന്റ് അഭിപ്രായം വേണ്ടത്. നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കണം. ഇന്ത്യ ഗവൺമെന്റ് ആരുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നത്? ഐ കാൻ ബിലീവ് ദിസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓഫറാണ് ഞാൻ തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. ബി പ്രാക്ടിക്കൽ. സമയം കിട്ടുമ്പോൾ അതിലെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളൊന്ന് നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ ഒന്നും തോന്നില്ല. പക്ഷെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിലെ ചിത്രങ്ങൾ നിങ്ങൾ വേട്ടയാടും. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഇതിലെ കുഞ്ഞുങ്ങളുടെ മുഖം നിങ്ങൾ ഉണർത്തും. ജീവിതത്തിൽ ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല.
ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചാണ്. ഈ കോർപ്പറേറ്റുകളൊരു വിചാരം അവർക്ക് എന്തിനേയും ആരെയും വിലക്ക് വാങ്ങാമെന്നാണ്. ഈ കൺവെൻഷനിൽ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നു നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുന്നതാണ്. കാരണം നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ പല രാജ്യങ്ങളും കൺവിൻസ്ഡ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ 54 രാജ്യങ്ങളുടെ ഏഷ്യ പസഫിക് റീജിയൻ്റെ അകത്ത് എൻഡോസൾഫാൻ നിരോധിക്കേണ്ട എന്നൊരു പ്രമേയം കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു. പക്ഷേ മറ്റു രാജ്യങ്ങൾ എതിർത്തുകൊണ്ട് അത് പരാജയപ്പെട്ടു. പിന്നെ നമ്മുടെ റിപ്പോർട്ട് പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും FAO നമുക്ക് അനുകൂല തീരുമാനം എടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് നാളെ ഒരു അവസരം കൂടി ഉണ്ടല്ലോ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നാളെ കേരളത്തിൽ VS അച്യുതാനന്ദൻ ഉപവസിക്കുന്നുണ്ട്. എൻഡോസൾഫാൻ നിരോധനത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഉപവസിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കൺവെൻഷനിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റിയ നല്ലതായിരിക്കും. Besides these facts, I'm inviting your kind attention to Kerala on this day and this moment. We as a state is on a hunger strike, and our 87-year young Chief Minister, Mr. V.S. Achuthanandan, is leading the strike, demanding the ban on the most dangerous pesticide, endosulfan. I hope this convention should understand the intention of Kerala government and the people in this issue. So we humbly request you to take the steps for banning endosulfan globally for the sake of generations. Kasaragod should not allow to figure in future like Hiroshima, Nagasaki, Bhopal tragedies. The people in Kasaragod is now standing in front of the world countries as a living example of pesticide disaster. World countries can't go without seeing this. Thank you. In October 2010, the review committee decided to include endosulfan in Annex A of poisonous chemicals. India voted against it. Now this convention has accepted the recommendations of the subcommittee that it was tasked with studying the use and effects of endosulfan. As per the recommendations, we are endorsing the decision to the temporary ban of endosulfan usage in the world. Despite India's objection, with the support of many other countries, we are also putting forth a motion to permanently ban endosulfan around the world. I would like to take this opportunity to thank the Kerala government and the people of Kerala for the relentless effort that led to this decision by this convention. Thank you. It is reported that even though the United Nations Convention has banned the use of endosulfan in April 2011, the opt-in countries like India has not taken any steps to bring any legislation to ban the endosulfan. We are aware that the government enjoys a breathing period of 5 years, but since the government has not initiated any steps to bring any legislation to that effect,
the Democratic Youth Federation of India has come up with a petition to redress the grievances of the victims. We have heard in detail the arguments of the Solicitor General, the argument of the company, and also the argument of the petitioner. Now we have also gone through the testimony of the witnesses and also the evidence on record. Now before passing an interim order, we would like to know in whose favor the balance of convenience is. The court would ask questions to the concerned counsels in this regard. We presume if endosulfan is totally banned in the country, your excellent company will be the big loser. Are we right? Yes, my lord. Have you assessed the loss if there is a total ban? Yes, it will be 10,000 crores. 10,000 crores. All right. Now, Mr. Solicitor General, what is the concern of the government? Have you assessed the total loss to the public exchequer? Yes, assessed revenue loss is about 5,000 crores for subsidizing any safer alternatives and so on. Okay. So, petitioner's counsel? Yes, my lord. What will be your loss if endosulfan is not banned? My lord, it's not a matter of monetary loss. It's a loss of humanity. And it costs the lives of many innocent people. My lord, we really don't know how to price their lives. This writ petition is moved in public interest, highlighting the harmful effects caused by the continued use of endosulfan on human beings and on the environment. Few studies have been conducted in this area, and its adverse effects on human health and environment has been reported. Some of the studies also indicate that endosulfan is significantly associated with neurobehavioral disorders, cognitive disorders, hydrocephalus, mental retardation, cortical blindness, seizure disorders, and Parkinson's disease. The petitioner submits that it is a serious health hazard and the court has got an obligation to protect human life, which is guaranteed under Article 21 of the Constitution of India. Further, it was pointed out that its ill effects have been clearly felt in the state of Kerala and its use have been completely banned in the state. We have gone through the report published by the government of Kerala and the photographs appearing therein are highly disturbing. We heard the learned counsels appearing for the Pesticide Manufacturers and Formulators Association of India and others. Learned Solicitor General of India referred to various reports and the findings recorded therein on the use of endosulfan. After referring to these reports, we are of the considered opinion that a detailed study on all India basis needs to be undertaken by an expert committee. We hereby appoint a joint committee headed by the Director General of ICMR and the Commissioner of Agriculture to conduct a scientific study. The committee would submit its interim report within 8 weeks from today and also would suggest any alternative to endosulfan. Till the report is submitted, we hereby pass an interim order to immediate ban the production, use and sale of endosulfan throughout India. And we further direct the statutory authorities to seize the permit given to the manufacturers of endosulfan till further orders. Post the case after 2 weeks.
ഇവിടെ എന്ത് മാറ്റം? ഒരു മാറ്റവുമില്ല. ഭരണം മാറി, പുതിയ മന്ത്രിസഭ വന്നു. പുതിയ മുഖ്യമന്ത്രി ഒരു തവണ കാസർഗോഡ് വന്നിരുന്നു. എൻഡോസൾഫാനെ പറ്റി ചർച്ചയൊന്നും ഉണ്ടായില്ല. ഇരകൾക്കുള്ള നഷ്ടപരിഹാരം, ചികിത്സാ സഹായം ഒരനക്കവുമില്ല. അസുഖമുള്ള കുട്ടികൾ ഇപ്പോഴും ജനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻഡോസൾഫാൻ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ഇന്ന് വരുന്നുണ്ടല്ലോ. ഉണ്ട്. 95 ദിവസമായി അമ്മമാർ സമരത്തിലാണ്. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം സമരപ്പന്തൽ സന്ദർശിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പോകാം. നിങ്ങളത് സമരപ്പന്തലിലേക്ക് വെക്കോളൂ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നേക്കാം. അതെന്താ? എൻ്റെ ക്യാമറ ഇവിടെ എപ്പോഴും ദുരന്തങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇവിടുത്തെ വസന്തകാലം കാണുന്നത്. കുറച്ച് ചിത്രങ്ങൾ എടുക്കട്ടെ. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ പക്ഷികൾ, തുമ്പികൾ, മീൻ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ തുടരുമെന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. ശരി. സമാനതകളില്ലാത്ത ദുരന്തമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത്. കേരള സർക്കാരിന്റെ തന്നെ ഏജൻസിയായ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാസർഗോഡ് ജില്ലയിലെ 12,000-ഓളം വരുന്ന കശുമാവിൻ തോട്ടങ്ങളിൽ മരുന്നാണ് എന്ന വ്യാജേന ഉഗ്രവിഷമായ എൻഡോസൾഫാൻ തളിക്കുകയുണ്ടായി. തൽഫലമായി ആയിരക്കണക്കിന് ആളുകൾ മാരക രോഗത്തിന് അടിപ്പെടുകയുണ്ടായി.
ഇന്നും ഇവരുടെ ജീവിതം ദുരന്തപൂർണമായി ഭവിച്ചിരിക്കുകയാണ്. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനോ ഇവർക്ക് വേണ്ട യാതൊരു രീതിയിലുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിനോ സർക്കാർ ഇന്നേവരെ മുതിർന്നിട്ടുമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കാസർഗോഡ് സന്ദർശിക്കുകയും ഇവർക്ക് അടിയന്തരമായി ധനസഹായം നൽകണമെന്നും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും അതുപോലെ തന്നെ അവർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്നും ശുപാർശ ചെയ്യുകയുണ്ടായി. മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ട തങ്ങളുടെ മക്കളെ ചികിത്സിച്ച് നിരവധി അമ്മമാർ തീരാ കടക്കണിയിൽ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കുക, മുഴുവൻ ദുരിതബാധിതരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അമ്മമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നത്. മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുമോ? വരും. ഇത്ര അടുത്ത് വരെ വന്നതല്ലേ, അപ്പോൾ ഇങ്ങോട്ട് കയറാതെ പോവോ? ഇതിനു മുമ്പിൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടും വന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. മുഖ്യമന്ത്രി വരാറായെന്ന് തോന്നുന്നു.
you.